നമസ്കാരം. നമ്മളിന്ന് യെല്ലോ കളറിലുള്ള ബൂന്തി ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. ലഡു ഉണ്ടാക്കാനായി പ്രധാനമായും ആവശ്യമായിട്ടുള്ളത് 2 ഇൻഗ്രീഡിയൻസ് ആണ്: കടലമാവും പഞ്ചസാരയും. ഞാനിവിടെ 2 കപ്പ് കടലമാവ് മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് കിട്ടുന്ന കടലമാവ് കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം 1/4 കപ്പ് വെള്ളം നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ട്. വെള്ളം എപ്പോഴും ഒരുമിച്ച് ഒഴിക്കാതെ ആദ്യം കുറച്ചൊഴിച്ച് ഇളക്കുക. പിന്നീട് അല്പം കൂടി വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കുക. ഇങ്ങനെ പല പ്രാവശ്യം വെള്ളം ചേർത്ത് ഒരു ദോശമാവ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ലഡുവിന് മഞ്ഞ കളർ കിട്ടുവാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. യെല്ലോ ഫുഡ് കളറാണ് ചേർക്കുന്നതെങ്കിൽ ഫൈനൽ സ്റ്റേജിൽ ചേർത്താൽ മതിയാകും. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇത് 10 മിനിറ്റ് നേരം മാറ്റി വെക്കുക. ഒരു പാനിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്ലോട്ടഡ് സ്പൂണ് എണ്ണയുടെ മുകളിലേക്ക് പിടിച്ചിട്ട് മാവ് കോരി ഒഴിച്ച് ചെറിയ ചെറിയ ഡ്രോപ്പുകളാക്കി എണ്ണയിലേക്ക് വീഴ്ത്തുക. 10 സെക്കൻഡ് കൂടുതൽ ഇത് എണ്ണയിലിട്ടേക്കരുത്. കൂടുതൽ നേരം എണ്ണയിലിട്ടിരുന്നാൽ ഇത് മുരിഞ്ഞു പോകും. മുരിഞ്ഞു പോകുന്നതിന് മുമ്പായി നമ്മളിത് കോരി മാറ്റുക. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന മുഴുവൻ മാവും ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതിനെയാണ് നമ്മൾ ബൂന്തി എന്ന് പറയുന്നത്. ഇനി പഞ്ചസാര പാനിയാക്കി ഇതിലേക്ക് ചേർക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 കപ്പ് പഞ്ചസാര ഇടുക. പിന്നീട് ഇതിലേക്ക് കൃത്യം 1/2 കപ്പ് വെള്ളം ചേർക്കുക. ഇനി ഈ പഞ്ചസാര നന്നായി തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് ലയിപ്പിച്ചെടുക്കുക. യെല്ലോ കളർ ചേർക്കണമെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബൂന്തി ഇതിലേക്ക് ചേർത്തതിന് ശേഷവും യെല്ലോ കളർ ചേർക്കാവുന്നതാണ്. ഇപ്പം നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ബൂന്തി ചേർത്ത് കൊടുക്കാം. ഇനി അധികം തിളപ്പിക്കാൻ പാടില്ല. ഇനിയും തിളച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പാനി കുറുകിപ്പോവും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യുക. രണ്ട് പിഞ്ച് ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമുക്ക് കാണാൻ പറ്റും പഞ്ചസാര പാനിയുടെ 1/4 ഭാഗവും ബൂന്തി വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പനേരം ചൂടൊന്ന് കുറയുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഒരല്പം കാഷ്യൂ നട്ടും കിസ്മിസും നെയ്യിൽ വറുത്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്തില്ലെങ്കിലും ഈ ബൂന്തിയിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്താലും മതിയാകും. എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക.
ഇതിൻ്റെ ചൂട് കയ്യിലെടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് താഴുമ്പോൾ തന്നെ ഇത് കയ്യിലെടുത്ത് ഉരുട്ടി ലഡുവാക്കി എടുക്കണം. ഇതിന് ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ലഡു ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ടിയാവുകയും പിന്നീട് ലഡു ഉരുട്ടിയെടുക്കാൻ പ്രയാസമാവുകയും ചെയ്യും. ലഡു ഉണ്ടാക്കിയിട്ട് അത് സെറ്റാകുവാൻ വേണ്ടി ഏകദേശം 3-4 മണിക്കൂറെങ്കിലും വയ്ക്കുക.